അങ്ങനെ നൂറ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം നൂറയ്ക്ക് ഫൈനൽ 5 എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ളൊരു സ്വപ്നം. അത് ടിക്കറ്റ് ഫിനാലെ ജയിച്ചപ്പോൾ എത്തിയെന്ന് വിചാരിച്ച് എല്ലാം എന്താ പറയുക, പഠിച്ചവനോടൊക്കെ നന്ദി പറഞ്ഞവർ കുറച്ച് ദിവസം നിന്നു. പക്ഷേ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അങ്ങനെയല്ല. അത് ഈ ഫിനാലെ വീക്കിലേക്കുള്ള ഇമ്മ്യൂണിറ്റി മാത്രമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നൂറ ആകെ തളർന്ന് ഇരിക്കുന്നതും അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് പറയുന്നതും കേട്ടാണ്. ഇന്നപ്പോൾ ഒനീൽ പറയുന്നുണ്ട് ആരൊക്കെയാണ് ഫസ്റ്റ് പുറത്ത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് ഒനീൽ ഇവരോട് സത്യം പറയുന്നുണ്ട്. അതോടുകൂടി നൂറയ്ക്ക് ടെൻഷനായി. കയറാം ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒനീൽ പറയും നിങ്ങൾ എന്തായാലും കയറുമെന്നാണ് പറയുന്നത്. പക്ഷേ നൂറയ്ക്ക് വിശ്വാസമല്ല. ടോപ്പ് 1 എന്തായാലും അനുമോളാണ് PR-ൻ്റെ ബലത്തിൽ. പിന്നെ ഷാനവാസ്, അനീഷ്, അക്ബർ, പിന്നെ ചിലപ്പോൾ നെവിൻ കയറും. അങ്ങനെയുള്ളൊരു ഓർഡറാണ്. അതിനുശേഷം നൂറ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എല്ലാവരും പുറത്തിരിക്കുകയാണ്. അകത്ത് എന്തോ പരിപാടി സെറ്റ് ചെയ്യേണ്ട ബിഗ് ബോസ്, അതുകൊണ്ട് കട്ടനിട്ടിരിക്കുകയാണ്. അപ്പോൾ മുൻഷി നൂറയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇനിയിപ്പോൾ ഇപ്പോഴേക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, ഫിനാലയുടെ അന്ന് എല്ലാവരും വെള്ളത്തിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞാനങ്ങനെ കോൺടാക്റ്റൊന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളല്ല, എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നത് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എനിക്ക് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, എനിക്കൊരു ഫിനാലെ ടോപ്പ് ഫൈനൽ അല്ലെങ്കിൽ ടോപ്പ് 5 എത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. അത് എത്തൂല്ല എന്നറിയില്ല. എത്തും, നിങ്ങളെത്തും, എന്തിനാണ് പേടിക്കുന്നത്. പിന്നെ മുൻഷി ഇങ്ങനെ നടന്ന് സംസാരിക്കുകയാണ്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളൊരു കാര്യം വിചാരിക്കുക, കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് വിചാരിക്കുക. അല്ലാണ്ട് കൂടുതൽ നമ്മൾ പ്ലഷറായിട്ട് നിൽക്കുക. നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, പ്ലഷറായിട്ട് നിൽക്കുക എന്ന് പറയുന്നുണ്ട്. കുറച്ച് നേരം അവരിങ്ങനെ നടക്കുന്നുണ്ട്. എന്നിട്ട് മുൻഷി പറയുന്നുണ്ട് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഞാൻ ആഡ് ചെയ്യാം. ഷാരികയും ആണത് മുൻകൈ എടുത്തത്. പിന്നെ ഒരു കേന്ദ്ര കമ്മിറ്റി ഉണ്ട്, അതായത് ഇതിന് മുമ്പുള്ള സീസണുകളിൽ കുറേ ആൾക്കാർ കൂടിയിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ അഡ്മിൻ ഞാൻ ആഡ് ചെയ്തേക്കാം. രസമാണ് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് മിങ്കിൾ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നൂറയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മുൻഷി വന്ന് ഇങ്ങനെ സംസാരിക്കും, പിന്നെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മുൻഷി ചോദിക്കും പിന്നെ എന്തൊക്കെയാണ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചോദിക്കൂ എന്ന് പറയും. അപ്പം നൂറ പറയും ഇപ്പോൾ പുറത്തിറങ്ങി നമുക്കിപ്പോൾ നെഗറ്റീവാണെങ്കിൽ എങ്ങനെ അത് ഡീൽ ചെയ്യും. അപ്പോൾ മുൻഷി പറഞ്ഞു അയ്യോ എന്നോട് അങ്ങനെയുള്ള കാര്യം ചോദിക്കുക, അത് പുറത്തെ കാര്യം, അത് പുറത്തിറങ്ങി ഡിസ്കസ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും നൂറ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്കൊരു കാര്യം ശ്രദ്ധിച്ചത്, ബിഗ് ബോസ് അനൗൺസ് ചെയ്തില്ല. ഒനിയിൽ കുറേ നേരം അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, നൂറയോടും നെവിനോടും എല്ലാം സംസാരിക്കുന്നുണ്ട്. പുറത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ, എന്താണ്, എങ്ങനെയാണ് ട്രെൻഡ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കണം. ഒരു അനൗൺസ്മെൻറ്റ് പോലും കേട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പിടിയിട്ടില്ല. ഇപ്പോൾ ബിഗ് ബോസ് വിചാരിച്ചിട്ടുണ്ടാവും ലാസ്റ്റായില്ലേ, കുറച്ചൊക്കെ അവർ അറിഞ്ഞോട്ടെ, സത്യാവസ്ഥ അറിഞ്ഞോട്ടെ, മനസ്സൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചോട്ടെ എന്നുള്ളതുകൊണ്ടാണോ എന്നറിയില്ല. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും. താങ്ക് യു.